തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. പലിശേ മൂർഖന്റെ വിഷം കേറുന്ന പോലെ മേൽപോട്ടങ്ങ് കേറും, പിന്നെ പിടിച്ചാ കിട്ടത്തില്ല. ഈശ്വര, ഇയാള് പറയുന്നത് സത്യമായിരിക്കുമോ? ലതിക എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇനി ലതിക പോലും അറിയാതെ അവൻ... എടോ, തന്റെ മുതലാളി വന്നാലേ എന്നെ ഒന്ന് വിളിക്കാൻ പറ. പറയാം. അല്ലെങ്കിലേ ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരും. പിന്നെ നാണക്കേട് കൊണ്ട് അവനിവിടെ ഇരിക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? ഞാൻ പറഞ്ഞോളാം സാർ. വിനയന്റെ മാമ ഇങ്ങ് വന്നേ. ഈ കാശിന്റെ കാര്യത്തിലെ പീതാംബരം വേറും പിഴയാ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നേ. അതുകൊണ്ട് എന്നെ കുടുംബത്തിലോട്ട് വരുത്തരുതെന്ന് മാമൻ അങ്ങ് മരുമോനോട് പറഞ്ഞേക്കണം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. പപ്പാ, ഞാൻ ഇറങ്ങാണേ. എന്താണ് മോനെ, അച്ഛൻ റെസ്റ്റ് എടുക്കാൻ വന്നതല്ലേ? അച്ഛൻ എടുക്കാൻ വേണ്ടിയാണോ മോൻ കരയുന്നത്? അച്ഛൻ കിടന്ന് ഉറങ്ങാൻ വന്നതല്ലേ? അപ്പൊ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ? മോൻ കുറച്ചു നേരം കളിച്ചു കേട്ടോ. അച്ഛനെ ചവിട്ടാണോ? എന്താണ് മോനെ, തക്കട് വാവയല്ലേ? ഇതെന്താ ഷോപ്പിലേക്ക് വന്നാരും മറന്നോ? ദിനേട്ടൻ തിരിച്ചു വന്നിട്ട് വേണം അങ്കിളിനൊന്ന് ഊണ് കഴിക്കാൻ. ഊണ് കഴിച്ചൊന്നും മയങ്ങാന്ന് കരുതിയാടോ. പക്ഷേ നമ്മുടെ മോൻ സമ്മതിക്കുന്നില്ല. അവൻ ഒരേ കരച്ചില്. പിന്നെ എങ്ങനെ ഉറക്കം വരും? അല്ലെങ്കിലേ ഉച്ചവർക്ക് അത്ര നല്ലതിനൊന്നല്ല. പുതിയ ഷോപ്പ് തുടങ്ങിയ സ്ഥിതിക്ക് ഉറക്കമൊക്കെ കളഞ്ഞ് മുഴുവൻ സമയം അതിൽ ശ്രദ്ധിക്കണം. എന്നാലേ അതൊന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റൂ. എടി, എന്റെ വിശ്രമമില്ലാത്ത വർക്ക് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വീടുകളിൽ CCTV വെക്കാൻ ഞാൻ തന്നെ ഇറങ്ങാൻ പോവാ. സഹായത്തിന് പപ്പച്ചേട്ടൻ മതി. വേറെ ടെക്നീഷ്യന്മാരെ വെച്ചാ കിട്ടുന്ന കാശ് മുഴുവൻ അവർക്ക് കൊടുക്കേണ്ടി വരും. അത് ശരിയാ. വിനയേട്ടൻ തന്നെ ചെയ്യുമ്പോഴേ വർക്കിനൊരു പെർഫെക്ഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഷോപ്പിലെ കാര്യങ്ങൾ ആര് നോക്കും? ഞാൻ പോയി അവിടെ ഇരുന്നാ മതിയോ? നിനക്ക് ബിസിനസ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ ഇപ്പൊ വേണ്ട. നമ്മുടെ മോൻ കുറച്ചുകൂടി ഒന്ന് വലുതാവട്ടെ, അല്ലടാ? അതല്ലേ നല്ലത്. ഞാൻ ചുമ്മാ പറഞ്ഞതാ വിനയേട്ട. എനിക്ക് ചെയ്യാൻ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എടോ, ഞാൻ വിചാരിക്കുന്നത് മാമനെ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാവുന്ന. ഇടയ്ക്ക് ഞാൻ പോയി നോക്കിയാൽ മതിയല്ലോ. ഒരു പ്രാക്ടീസ് ആവട്ടെ എന്ന് കരുതിയാ ഞാൻ മാമനെ ഇടക്കിടക്ക് അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. മാമൻ അവിടെ നിൽക്കുകയാണെങ്കിൽ അത് തന്നെ ഏറ്റവും നല്ലത്. വിനയേട്ടനെ ഇന്ന് എന്നെ മാമനോട് ആ കാര്യം സംസാരിക്കും. ഞാനും അമ്മയും കൂടെ മാമനോട് കാര്യം പറയാം. ശരി. കണ്ട, നമ്മൾ രണ്ടുപേരും കൂടി ഒരു കാര്യം സംസാരിച്ചപ്പോ എത്ര പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടായത്. നീ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. കുറച്ച് സമയം നീ എൻ്റെ കൂടെ നിന്നപ്പോഴേക്കും ഞാൻ എന്തുമാത്രം ഹാപ്പിയായെന്നറിയാം. നീ മോനെയും കൊണ്ട് ഇവിടെ വന്നിട്ട് എത്ര ദിവസമായെന്നറിയോ? ഇപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നീ മക്കളോടൊപ്പാ കിടക്കുന്നത്. എനിക്കതിൽ പരാതിയൊന്നും ഇല്ല കേട്ടോ. കുറച്ച് സമയം ഇതുപോലെ എനിക്ക് വേണ്ടി ചെലവഴിച്ചാൽ മതി. മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമല്ലേ വിനേട്ട? അവരല്ലേ ഇനി നമ്മുടെ പ്രതീക്ഷ. അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത് തന്നെ. അതൊക്കെ ശരിയാ. നിനക്ക് മക്കളോടുള്ള കരുതലും ഇഷ്ടമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള മനസ്സിപ്പുണ്ട്. അപ്പൊ പിന്നെ മക്കളോടൊപ്പം എന്നെ കൂടെ ഉൾപ്പെടുത്തിക്കൂടെ? ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് ഒരു മുറിയിൽ കഴിഞ്ഞൂടെ? വിനേട്ട, ഒരു മുറിയിലല്ലെങ്കിലും ഒരു വീട്ടിലല്ലേ നമ്മൾ കഴിയുന്നത്. എപ്പോ വേണേലും വിനേട്ടനും നമ്മുടെ അടുത്തേക്കും ഞങ്ങൾക്ക് വിനേട്ടന്റെ മുറിയിലേക്കും വരാലോ. മതി, അത് മതി. നിന്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീണല്ലോ, സന്തോഷായി. പിന്നെ ഇന്ന് ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ മക്കളുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുമോ? പോകും വിനയേട്ട. ആദ്യം വിനേട്ടൻ ഷോപ്പിൽ പോയെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വന്നിട്ട് പറയാം. അപ്പോ റൂട്ട് ക്ലിയർ.
ഡാ നമ്മള് ജയിച്ചടാ ചക്കരെ, നമ്മള് ജയിച്ചു. നിന്റെ അച്ഛൻ ഇനി വേറൊരു ലെവലായിരിക്കും കേട്ടാ. എന്തിനാ കരയുന്നേ? ഇന്ന് മോൻ അമ്മൂമ്മയുടെ കൂടെ കിടക്കേണ്ടി വരും കേട്ടോ.